നല്ലൊരു സ്റ്റൈൽ 2 ഡിസൈൻസിലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ടിഷ്യൂ സാരിയാണ് കേട്ടോ. ഒക്കേഷണൽ വെയറിന് നമുക്ക് ആ ഒരു ലുക്കിൽ, പക്ഷേ ഇറ്റ്സ് നോട്ട് ടു ഡ്രസ്ഡ് അപ്പ് ഓൾസോ. ഭയങ്കരമായിട്ടുള്ള ഒരു ഡ്രസ്ഡ് അപ്പ് ലുക്ക് ഇല്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ലൈറ്റ് ഒക്കേഷനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ആൻഡ് കംഫർട്ടബിൾ ആണ്. നമുക്കിപ്പോൾ ക്യാഷ്വലായിട്ട് വെയർ ചെയ്യണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ക്യാഷ്വലിയും നമുക്കിതിനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന സാരീസാണ് കേട്ടോ. ഒരു 2000 റേഞ്ചാണ്, 2159 ആണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഫുള്ളി പ്രിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ ആൻഡ് വി ഹാവ് സോ മെനി ഓപ്ഷൻസ് ഇൻ ദിസ് വൺ. ഇതിനകത്ത് ആക്ച്വലി ഈ ഒരു ഡിസൈനിൽ വി ഹാവ് അറൌണ്ട് 6 കളേഴ്സ് ആൻഡ് ദെൻ അഗെയിൻ വി ഹാവ് എ ഡിഫറെൻറ്റ് ഡിസൈൻ ഹിയർ. അപ്പം നമുക്കെല്ലാം ഓപ്പൺ ചെയ്ത് കാണാം. KSD 150 152 എന്നുള്ള 2 കോഡ്സിലായിട്ടാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ലിമിറ്റഡ് സ്റ്റോക്കാണ് കറൻ്റ്ലി നമ്മൾ ഇതിനകത്ത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് ഇതിലൊരു സെറി ബോർഡർ ഡീറ്റെയിലിങ്ങും കൂടെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ സെറി ബോർഡർ ഡീറ്റെയിലിംഗ് ആണ്. അതിങ്ങനെ ഈവൻലി വോവൺ അല്ല, അതൊരു ലൈറ്ററായിട്ട് ഡാർക്കറായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ആ ഒരു പ്രിൻറ്റിൻ്റെ ആ ഒരു ലുക്കും കൂടെ കൊടുത്ത് ചെയ്തേക്കാണ്. ആൻഡ് എഡ്ജിലായിട്ട് എല്ലാ സാരീസിൻ്റെ അകത്തും വി ഹാവ് ദിസ് റിയലി പ്രിറ്റി മെറൂൺ ഷെയ്ഡ്, ഒരു സാറ്റിൻ ഫിനിഷിംഗ് പോലത്തെ ഉള്ള ഒരു വീവിങ് സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. പ്യോസിൻ്റെ അകത്തും ഈ ഒരു ലുക്ക് വരാറുണ്ട്. ഇത് പവലും ബേസിൽ വന്നിരിക്കുന്ന സാരിയാണ്. അപ്പർ പോർഷൻ ഇത് നമുക്ക് ഫുൾ 2.5 മീറ്ററിലും ഇതേപോലെ വർക്ക് വരുന്നില്ല. ഇത് നമുക്ക് ഷോൾഡർ ഡൗൺ ആയിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് പോകുന്ന രീതിയിൽ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് കേട്ടോ. ആൻഡ് ദെൻ പിന്നെ നമുക്ക് താഴത്തെ മുട്ടിന് താഴോട്ടുള്ള പോർഷനിലാണ് അതിൻ്റെ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഫുള്ളി പ്രിൻറ്റഡ് വിത്ത് കാന്ത ഹൈലൈറ്റ്, ഹാൻഡ് ആൻഡ് കാന്തയുടെ ഹൈലൈറ്റ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ആ ഫ്ലോറൽസിനെയാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് KSD 150 ആണ്. അത് കൂടുതലും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഷെയ്ഡ്സ് ഗ്രീനിൻ്റെ ടോണാണ്, ഒലിവും ലീഫിൻ്റെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ, പിന്നെ ബ്രൗൺ ലീവ്സും ആയിട്ടുള്ള ഒരു ലുക്ക്. ദെൻ വി ഹാവ് കുറച്ചും കൂടി ഒരു ഓട്ടം ഫീലിൽ വന്നിട്ടുള്ള സാരി. ആൻഡ് പല്ലു ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു കാന്ത വീവിങ്ങിൻ്റെ ഒരു സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നമുക്ക് അതിൻ്റെ അകത്തും ഈ ഒരു പാച്ച് അല്ല, ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് പ്രിൻറ്റിനെ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഇതാണ്. ഇത് ബാക്ക് പാനലാണ് ഇതിനകത്ത് വരുന്നത്. ഫ്രണ്ട് സോളിഡ് ആയിട്ട് വരും. ആൻഡ് ദെൻ സ്ലീവ്സ് വന്നിരിക്കുന്നത് ഇതുമാണ്. അപ്പോൾ നമുക്കിങ്ങനെ വർക്ക് ചെയ്തിട്ട് താഴോട്ട് ഈ ഒരു സ്ലീവിൻ്റെ ലെങ്തും കൂടെ കൊടുത്ത് വേണമെങ്കിലും നമുക്കതിനെ ചെയ്തെടുക്കാം. നമുക്ക് ഇതിപ്പോൾ ഏകദേശം നല്ല ലെങ്ത് വരും കേട്ടോ. ഏകദേശം ഒരു 11 ഇഞ്ചോളം നമുക്കത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ വരും. ഇൻ കേസ് നമുക്ക് അതിനെ അത്രയും ലെങ്ത് വേണ്ട ആൻഡ് സ്റ്റിൽ വാണ്ട് ദിസ് റെഡ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ജസ്റ്റ് ഒന്ന് പാച്ച് ചെയ്തിട്ട് അതിനെ ഫിനിഷ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ബാക്ക് പാനൽ. ഫ്രണ്ട് സോളിഡ് ആയിട്ടാണ് വരുന്നത്. സോ ദിസ് ഇസ് മോർ ഒരു ഓറഞ്ച് ടിൻറ്റും കൂടെ ഇതിനോട് സിമിലർ ആണ്. ഓറഞ്ച് ടിൻറ്റും കൂടെ വന്നത് എല്ലാത്തിൻ്റെയും ബേസ് കളർ വന്നിട്ട് ബെയ്ജും ആ ഒരു ആൻറ്റി ഗോൾഡിൻ്റെ ആയിട്ടുള്ള ഒരു ടിഷ്യൂ ഫീലിങ്ങിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫുള്ളി ടിഷ്യൂ ആണ് കേട്ടോ. പക്ഷേ ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ഭയങ്കരമായിട്ട് ടിഷ്യൂ മാത്രമായിട്ടല്ല, ഓൾട്ടർനേറ്റ് യാൺസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒരു ലൈറ്റർ ഫീലിലാണ് വരിക. ഇതാണ് എൻ്റെ ലുക്ക്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഡ്രേപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ ഒരു സിംഗിൾ പ്ലീറ്റ് ഇടുമ്പോഴത്തേക്ക് ഷോൾഡർ ഡൗൺ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഗ്രഡേഷൻ പോലെ കുറഞ്ഞ് വരികയാണ് അതിൻ്റെ ഒരു വിഡ്ത്ത് വന്നിട്ട്, വർക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട്. നെക്സ്റ്റ് ഷെയ്ഡ് ഒരു പീച്ചിൻ്റെ ലുക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് കുറച്ചും കൂടി ബോൾഡറായിട്ട് വന്നിരിക്കുന്ന ഫ്ലോറൽ ഡീറ്റെയിലിംഗ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇതാണ് എൻ്റെ ലുക്ക് വിത്ത് ബ്ലൗസും ഹെവി ആയിട്ട് തന്നെ ഇരിക്കും. നല്ല ഹെവി അല്ല, പക്ഷേ അതിനൊരു ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്ന രീതിയിലാണ്. കുറച്ചും കൂടി കുഞ്ഞു ഫ്ലോറൽസ് ഒക്കെയാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇതാണ് എൻ്റെ പീച്ച് ആൻഡ് ഒരു കുറച്ചൊരു ഡാർക്ക് ഓറഞ്ചിഷ് ടിൻ്റ്, അവിടെ റെഡിഷ് ടിൻറ്റും കൂടെ വന്നിട്ടുള്ള ടോണിലാണ് വരുന്നത്. സോ ദിസ് ഇസ് ദി ലുക്ക്. ആൻഡ് എല്ലാത്തിനകത്തും ആ ഒരു മറൂൺ ബോർഡർ വരുന്നുണ്ട്. ഒരു സാരിക്കകത്ത് വരുന്നില്ല കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്രീൻ ആൻഡ് ഗ്രേ ഷെയ്ഡിലാണ്. അപ്പോൾ ഇതിനകത്തും എല്ലാത്തിനകത്തും ഈ ഒരു ബോർഡർ ടുവേർഡ്സ് ദി ബോർഡർ ആ ഒരു ഷെയ്ഡിൻ്റെ ഒരു ടിൻറ്റും കൂടെ കൊടുത്ത് വന്നേക്കണം. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഡാർക്ക് ടോണിലോട്ട് ആ ഒരു ബോർഡറിൻ്റെ ഷെയ്ഡ് മാറുന്നത്. ബേസ് വന്നിട്ട് ബേജ് ആൻഡ് ഗോൾഡ്, ആൻറ്റി ഗോൾഡിൻ്റെ ടിഷ്യൂ. ഇതാണ് എൻ്റെ ഇത് ഫുള്ളി. അതിൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ ഇസ് ബേസിക്കലി ലിനൻ്റെ ഒരു വീവിങ് സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. കാന്ത ലൈൻസ് വരുന്നുണ്ട്. ഇതിനകത്ത് കോപ്പർ ഷെയ്ഡിൽ വന്നിട്ടുള്ള മാറ്റ് ഗോൾഡ് സീക്വൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതാണ് എൻ്റെ ബ്ലൗസ്. നല്ല രസമായിട്ടുള്ള ബ്ലൗസാണ്. നമുക്ക് വേറെ എന്തിനെങ്കിലും കൂടെയൊക്കെ പെയർ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പം അങ്ങനെ പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു റെഡിൻ്റെ ആ ഒരു ലൈൻ അതങ്ങ് സ്കിപ്പ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. കുറച്ചും കൂടി ബ്രൈറ്റ് ലുക്കിലാണ് ലാസ്റ്റിൽ വരുന്നത്. ലാവൻഡർ ആൻഡ് ലൈലാക്ക് ബ്ലൂ ടിൻറ്റും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇതാണ് എൻ്റെ ലുക്ക്.
കുറച്ചും കൂടി ലൈവ്ലി ആയിട്ടുള്ളൊരു ലുക്ക്. ആ കളർ കോമ്പിനേഷൻസ് വെച്ചിട്ടാണ് ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള ഒരു ഫീൽ. ഒരു ഒലിവ് ബ്രൗൺ ടിൻറ്റ് വന്നിട്ടുള്ള ലീഫ് പാറ്റേൺ അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് ഫസ്റ്റ് ഡിസൈനിൻ്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ നോക്കാം. അതിനകത്ത് എനിക്ക് തോന്നുന്നു എനിക്കിതായിരുന്നു കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. ബാക്കി എല്ലാത്തിൻ്റെ അകത്തും ആ ഒരു റെഡ് ഷെയ്ഡ് വരുന്നുണ്ട്. ഇതിനകത്ത് വന്നിട്ട് ആ ഒരു പൈപ്പിംഗ്, ആ ഒരു റെഡിൻ്റെ ടോൺ അതിൻ്റെ അകത്ത് വന്നിട്ടില്ല. ഇത് KSD 152 ആണ്. ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2039. ഇതിനകത്തും ബ്ലൗസ് ഇതേപോലെ തന്നെ വർക്ക്ഡ് ആയിട്ടുള്ള ലുക്കിലാണ് വരുന്നത്. ഹാൻഡ് ആൻഡ് ആയിട്ടുള്ള കാന്ത ഹൈലൈറ്റ് കൊടുത്തിട്ട് ചെയ്തേക്കുന്ന ബ്യൂട്ടിഫുൾ ലുക്ക്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതേപോലെ തന്നെ ബാക്കി ഡീറ്റെയിലിംഗ് ഒക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് കുറച്ചും കൂടി ഫുൾ പോർഷനിൽ നമുക്ക് ഈ ഒരു വർക്ക് നന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഷോൾഡർ ഡൗൺ എന്ന് അതിങ്ങനെ പതുക്കെ പതുക്കെയാണ് കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് ഫുള്ളും കുറച്ചും കൂടി ഒന്ന് കവർ ആവുന്ന ലുക്ക് വരും. ആൻഡ് ആ ഒരു ഫ്ലോറൽസ് കുറച്ചും കൂടി ഒരു കുഞ്ഞു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഫീലും മൾട്ടി ടോൺസും വന്നിട്ടുള്ളതായിട്ട്. ഇതിനകത്ത് കുറച്ചും കൂടി കളേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. മറ്റേതൊരു 2 to 3 കളേഴ്സേ വരുന്നുള്ളൂ മെയിനായിട്ട്. ഇതിനകത്ത് ഒരുപാട് കളേഴ്സ് വരുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് വരുന്നുണ്ട്. ഇതാണ് എൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത്. ഫുള്ളി നെഗറ്റീവ് പ്രിൻറ്റഡ് ആണ് കേട്ടോ. ഈ ഒരു പോർഷൻ വെച്ച് ബാക്കി ഫുള്ള്. അപ്പോൾ ഫ്രണ്ട് പാനലിൽ നമുക്ക് ആക്ച്വലി നെഗറ്റീവ് പ്രിൻറ്റിൻ്റെ ലുക്കിൽ വരും. ഇതാണ് അതിൻ്റെ സ്ലീവ്സ് ആക്ച്വലി നല്ല ലോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ ഇഷ്ടമുള്ള ലെങ്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ലുക്ക്. ടിഷ്യൂ ലിനനിൽ വന്നിട്ടുള്ള ആൻറ്റി ഗോൾഡൻ ടിഷ്യൂ ലിനനിൽ പ്രിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ലുക്ക്. നല്ലൊരു പിങ്ക് ഷെയ്ഡ്. ആൻഡ് ദെൻ വി ഹാവ് ഓക്കെ. ഇനി വരുന്നതൊക്കെ മുന്നത്തെ വന്ന ഒരു അതേ ഫോമാറ്റിലാണ് വരുന്നത്. ഇതിനകത്ത് പല്ലു ആദ്യം കണ്ടതിൻ്റെ അത്ര ബ്രോഡല്ല കേട്ടോ. പല്ലുവിൽ ലൈൻസ് കുറച്ചേ വരുന്നുള്ളൂ. ഇതൊരു 4 ലൈൻസിൻ്റെ ഇതേ വരുന്നുള്ളൂ. ഇതൊരു ബ്രൗൺ ടോൺ. ആൻഡ് ദെൻ പ്രിൻസ് വന്നിട്ട് ബ്രൗൺ, ഞാൻ ഉദ്ദേശിച്ചത് ബോർഡറാണ് കേട്ടോ. പ്രിൻസ് വന്നിട്ട് ഓറഞ്ച് അങ്ങനത്തെ ഉള്ള ഒരു ഭയങ്കര ഏർതി ഓറഞ്ച് ആൻഡ് ഗ്രീൻ ഗ്രേ അങ്ങനത്തെ ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ലുക്ക്. നല്ല കളർ. ഇതൊക്കെ റെയർ കളേഴ്സാണ് കേട്ടോ. നമ്മളങ്ങനെ സാരിയിൽ എപ്പോഴും കണ്ട് മടുത്തിട്ടുള്ള കളേഴ്സ് അല്ല. ആൻഡ് ഗ്രീനിൻ്റെ തന്നെ 2 ലുക്ക് വരുന്നുണ്ട് കേട്ടോ. സോ ദിസ് ഇസ് മോർ ഗ്രേ ആൻഡ് ദിസ് ഇസ് മോർ ഗ്രീൻ അങ്ങനത്തെ ഉള്ളൊരു ഫീൽ. ആൻഡ് ദെൻ എനിക്ക് ആ വർക്ക്ഡ് ബ്ലൗസാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഉടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുള്ള സാരിയല്ല കേട്ടോ. നമുക്ക് താഴത്തെ പ്ലീറ്റ്സൊക്കെ അത്യാവശ്യം കുറച്ച് ഉരുണ്ട പ്ലീറ്റ്സാണ്. ഇങ്ങനെ നിങ്ങർത്ത പ്ലീറ്റ്സ് അല്ല, ഒന്ന് റൗണ്ടായിട്ട് കിടക്കുന്ന പ്ലീറ്റ്സാണ്. അത് വോളിയം കുറച്ച് കിട്ടുന്ന ടൈപ്പ് ഓഫ് ഒരു ബേസ് മെറ്റീരിയലാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ലിനൻസ് ആണെങ്കിലും നമ്മൾ ഉടുക്കുമ്പോഴത്തേക്ക് കുറച്ചൊരു വോളിയം ഉള്ള സാരീസാണ്, ഇങ്ങനെ ഒട്ടി കിടക്കുന്ന സാരീസ് അല്ല. സോ ദിസ് ഇസ് മോസ്റ്റ്ലി ഗ്രേ സ്റ്റാൻഡിങ് ഔട്ട്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഡാർക്കായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. മൾട്ടിപ്പിൾ ടോൺസ് ഓഫ് ഗ്രീൻ, ബ്രൗൺ ആൻഡ് ഗ്രേ. ആൻഡ് ദെൻ ഇതിനകത്തും സാരി ഫുള്ളായിട്ട് ആ ഒരു ഇതിപ്പോൾ നമുക്ക് പ്ലെയിൻ അല്ലേ വന്നിരിക്കുന്നത് ബാക്കി പോർഷൻസ്. ഇതിനകത്ത് ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു നെഗറ്റീവ് പ്രിൻറ്റഡ് ലുക്ക് വരുന്നുണ്ട്. ദെൻ ഇത് കൂടുതൽ ഗ്രീൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നൊരു ഷെയ്ഡാണ്. ഗ്രേ കുറച്ചേ വരുന്നുള്ളൂ ഇതിൻ്റെ അകത്ത്. സിമിലർ ആയിട്ടുള്ളൊരു പാലറ്റാണ്. പക്ഷേ ഇതാണ് എൻ്റെ വേറെയുമ്പോൾ ഉള്ളൊരു ലുക്ക് വരുന്നത്. കുറച്ച് ഹാപ്പനിങ് ആയിട്ടുള്ള 2 സാരിയുടെ ഡിസൈൻസാണ് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഫൈനലി വി ഹാവ് ഓറഞ്ച് റെഡ് ചെയ്യുന്ന നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ. ദിസ് ഇസ് ദി ലാസ്റ്റ് ലുക്ക്. ഇപ്പോൾ KSD 150 ആൻഡ് 152 ലിമിറ്റഡ് സ്റ്റോക്കാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് സ്റ്റോഴ്സിൽ വന്ന് ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ഡു ചെക്ക് വിത്ത് അസ് ഫേഴ്സ്റ്റ്. നമുക്കൊന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരു സാരി നിങ്ങൾക്ക് വേണം സ്പെസിഫിക് ആയിട്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗിവ് അസ് എ കോൾ വിച്ച് എവർ സ്റ്റോർ യു ആർ പ്ലാനിങ് ടു വിസിറ്റ്. ആൻഡ് അവിടെ നമുക്കൊന്ന് എൻക്വയറി ചെയ്യാം. എന്നിട്ട് നമുക്കിപ്പോൾ കറൻ്റ്ലി അവിടെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വരുത്തി തരാനോ ഒക്കെ നമുക്ക് ആ പീസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ വരുത്തി തരാനൊക്കെ പറ്റും കേട്ടോ. യു ക്യാൻ എക്സ്പ്ലോർ ദോസ് ഓപ്ഷൻസ് ആസ് വെൽ. www.aham.store വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാം. വളരെയധികം റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ലുക്ക്. വാം സിൽക്കിനകത്ത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി. നമ്മൾ ഇതിൻ്റെ 2 ഭയങ്കര ഭംഗിയുള്ള 2 ഷെയ്ഡ്സ് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഓണം പ്രമാണിച്ച് ആ സാരിയുടെ ലുക്ക് നമ്മൾ ഈ ഒരു ഓഫ് വൈറ്റ് ടോണിലും കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്.
വാം സിൽക്കാണ് ബേസ് വന്നിരിക്കുന്നത്. ആൻഡ് ബനാറസി പാറ്റേണിൽ വന്നിട്ടുള്ള നല്ല ബ്രോഡായിട്ട് വന്നിരിക്കുന്ന ബോർഡർ ഡീറ്റെയിലിങ്ങും ആൻഡ് ഇതുപോലെ തന്നെ ഹെവി ആയിട്ട് വന്നിരിക്കുന്ന ബ്രൊക്കേറ്റ് പാറ്റേണിൽ വരുന്ന പല്ലു ആൻഡ് സെയിം ലുക്കിൽ തന്നെ വന്നിട്ടുള്ള ബ്ലൗസുമാണ് ഇന്നത്തെ ഈ ഒരു കോമ്പിനേഷൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ബ്ലൗസസിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം കേട്ടോ. അപ്പം രണ്ട് ലുക്സും പോസിബിൾ ആണ്. ആൻഡ് ഈ സെയിം സാരി നമുക്കിപ്പോൾ റോയൽ ബ്ലൂസിൻ്റെ കൂടെ വേണമെങ്കിൽ ബർഗൻഡി, ട്രഡീഷണൽ കളേഴ്സ് ലൈക്ക് മറൂൺ ഓർ ബോട്ടിൽ ഗ്രീൻ, എനി ഷെയ്ഡ്സ്, ഈവൻ പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പെയർ ചെയ്ത് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. അപ്പോൾ ജസ്റ്റ് ഗെറ്റ് ദ സാരി ആൻഡ് യു കെൻ ഹാവ് ഓൾ യുവർ സ്കോട്ട്സ് ആൻഡ് കംസ് ഇൻ എ വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ച്. 1399 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒക്കെ ഇപ്പോൾ കസിൻസിനാണെങ്കിലോ കോളേജ് സ്റ്റുഡൻസോ ഓർ ഈവൻ ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഭയങ്കര രസമായിട്ട് ഇപ്പോൾ ആ ഒരു ഓണം ലുക്ക് ഫുള്ളായിട്ട് റിക്രിയേറ്റ്, ആ ഒരു ഇവൻറ്റ് ഫുള്ള് നമുക്ക് അടിച്ച് പൊളിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ആൻഡ് എവറിബഡി ക്യാൻ ഹാവ് എ ഡിഫറൻസ് ടു ഇറ്റ് ഓൾസോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനർ ബ്ലൗസസും കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഒരുങ്ങൊക്കെ ചെയ്യാനാണെങ്കിലും പറ്റുന്ന സാരിയാണ്. ആൻഡ് സിമ്പിൾ മിനിമൽ ലുക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന സാരിയുടെ ലുക്കാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലൈറ്റ് ലുക്കാണ്. ഇതിൻ്റെ വീവിങ് സ്റ്റൈൽ കുറച്ച് ലൈറ്റാണ് ആൻഡ് ഒരു ഡെലിക്കേറ്റ് ഫാബ്രിക്കും ആണ് കേട്ടോ. അതൊക്കെ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. നമുക്ക് ബഡ്ജറ്റും പവർ ലൂമിലും ഒക്കെ ചെയ്ത് വന്നേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ആൻഡ് മെഷീൻ വാഷ് ഒന്നും പറ്റില്ല. നമുക്കിപ്പോൾ ഡിപ്പ് വാഷ് ഒക്കെ ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഫ്യൂ വാഷസ് മേ ബി യു കെൻ ഈവൻ ഡ്രൈ ക്ലീൻ ഇട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ല രീതിയിൽ നമ്മൾ തന്നെ ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബഡ്ജറ്റിൽ യു ക്യാൻ ആക്ച്വലി കീപ് ദിസ് ബ്യൂട്ടിഫുൾ സാരി ഫോർ എ ലോങ് ടൈം. ആൻഡ് ബ്രൊക്കേഡിലാണ് ഈ ബ്ലൗസും ഇതേപോലെ തന്നെ ഈ സെയിം തന്നെയാണല്ലോ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത്. പല്ല് പോലെ തന്നെ ഫുള്ളി ബ്രൊക്കേഡ് പേസ്ലി പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ you can actually pair it with a lot of combinations, just like the sari can be paired with a lot of bright and beautiful pastel colors. ബ്ലൗസും അതുപോലെ തന്നെ അങ്ങനത്തെ കളേഴ്സുമായിട്ട് സാരീസ് പെയർ ചെയ്യാനാണെങ്കിൽ നമുക്ക് പറ്റും. സോ ഡെഫിനറ്റായിട്ട് നമ്മൾ ഒരു വാർഡ്രോബിന് അഡീഷണലായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. AL 152 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് വി ഹാഡ് എ റിയലി ബ്യൂട്ടിഫുൾ റെസ്പോൺസ് ഫോർ ദി പ്രീവിയസ് കളേഴ്സ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വൈ നോട്ട് ബ്രിങ് ഇറ്റ് ഇൻ an off white shade which everybody likes. So check it out. ടെസ സാരീസ് എപ്പോഴും ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ സെലക്ട് ചെയ്യുന്നത് ടെസ സാരീസ് ആയിരിക്കും അല്ലേ. ടെസ സാരീസിൽ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്, ഹാൻഡ് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്, അതുപോലെ മെഷീൻ എംബ്രോയ്ഡറി, ടിഷ്യൂ ടെസർ, മൂങ്ക ടെസർ, അങ്ങനെ ടെസറിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സാരീസ് നമ്മൾ എപ്പോഴും അവൈലബിൾ ആക്കാറുണ്ട്. എപ്പോഴും അത് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സാരീസാണ്. അപ്പോൾ ഇന്ന് ഞാൻ ടെസറിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് എംബ്രോയ്ഡറീസ് ചെയ്തേക്കുന്ന കുറച്ച് കളക്ഷൻസ് എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പ്യുർ ടെസർ സാരിയിൽ മെഷീൻ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്ന ഒരു ഡാർക്ക് വയലറ്റ് ടോണിൽ. സാധാരണ ടെസറിൽ ഈ കളർ അങ്ങനെ കോമൺ ആയിട്ട് കാണാത്തൊരു കളറാണ് ഡാർക്ക് വയലറ്റ് ടോൺ. ഡാർക്ക് വയലറ്റ് ആൻഡ് പീച്ച് കോമ്പിനേഷൻ, പീച്ച് ആൻഡ് ബേൺഡ് ഒരു ബ്രിക്ക് കളറും കൂടെ കോമ്പിനേഷനിൽ വന്നേക്കുന്ന എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്ന സാരി. ഇതെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് തന്നെ ഞാൻ ഉടുത്തിരിക്കുന്ന സാരി കാണിച്ചു തരാം. കണ്ടോ, ഡാർക്ക് വയലറ്റ് ടോൺ, അതിൽ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്. മെഷീൻ എംബ്രോയ്ഡറി ആണെങ്കിൽ എപ്പോഴും മെഷീൻ എംബ്രോയ്ഡറി ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഫ്ലോറൽ പാറ്റേൺ ആണെങ്കിൽ ഒക്കെ കൊച്ചു കൊച്ചു ഫ്ലവേഴ്സും ഫൈൻ ഡീറ്റെയിലിംഗ് വരുമ്പോഴാണ് അതിന് ഭംഗി കൂടുതൽ. ആൻഡ് എംബ്രോയ്ഡറിയുടെ ഒരു ഫിനിഷിങ് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതാ മെഷീൻ എംബ്രോയ്ഡറിയിൽ ലോട്ടസ് ഇൻസ്പയർഡ് ഡിസൈനാണ്. ഒരു താമര പോലെ ഇരിക്കുന്ന ഫ്ലോറൽ പാറ്റേൺ, അത് 2 കളേഴ്സിലാണ് ചെയ്തേക്കുന്നത്. ഉള്ളിലൊരു പീച്ച് ടോണും ഔട്ട്ലൈൻ ഒരു ബ്രിക്ക് റെഡ് കളറിലും ഉള്ള ഔട്ട്ലൈനും ഒലീവ് ഗ്രീൻ കളറിലുള്ള ലീവ്സിൻ്റെ പാറ്റേണും ഒക്കെ ആയിട്ട് വന്നേക്കുന്ന സാരിയാണ്. ഒരു സാരിയിൽ ഇതുപോലെ സ്കാറ്റർ ചെയ്തിട്ട് ഡിസൈൻ ഡീറ്റെയിലിംഗ് ആൻഡ് ബോർഡർ ഫിനിഷിംഗ് കൊണ്ട് വന്നേക്കുന്ന സാരി. ഈ പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത് SBS 775 10,699 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ഇനി ഡിഫറെൻ്റ് ആയിട്ട് എംബ്രോയ്ഡറി വന്നേക്കുന്ന കുറച്ചധികം കളക്ഷൻസ് ഉണ്ട്. നമുക്ക് കാണാം, ഇതെല്ലാം സിംഗിൾ പീസസ് ആയിരിക്കും കേട്ടോ. ഇനി വരുന്ന സിമൻറ്റ് ഗ്രേ ടോണിൽ മസ്റ്റേർഡ്, പിങ്ക് ആൻഡ് ഗോൾഡൻ കളറിലുള്ള എംബ്രോയ്ഡറി, ആരി വർക്കിൻ്റെ ഹൈലൈറ്റ് കൊടുത്തിട്ട് അതിനുള്ളിൽ ആരി എംബ്രോയ്ഡറി തന്നെ മസ്റ്റേർഡ് കളറിൽ ഫില്ല് ചെയ്ത് വന്നേക്കുന്ന സാരി. നമുക്ക്
സാധാരണ നമ്മൾ കാണുന്ന കശ്മീരി വർക്കിനോട് സിമിലർ ആയിട്ടുള്ളൊരു വർക്കാണ്, ഒരു ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. ഈ കോമ്പിനേഷൻ നമ്മൾ സാധാരണ അങ്ങനെ കാണാറില്ല, ഗ്രേ ആൻഡ് സിമൻ ഗ്രേ ആൻഡ് മസ്റ്റർഡ് യെല്ലോ. എന്നിട്ട് ഇനി ഇതിൻ്റെ ട്വിസ്റ്റ് വരാൻ പോണേ ഉള്ളൂ കേട്ടോ, ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കാണാം. ബോഡിയിൽ ഫുള്ളായിട്ട് ഇതുപോലെ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്, ബോർഡർ ഡീറ്റെയിലിങ്ങും സ്കാലപ്പും ഒക്കെ ആയിട്ട് വേണ്ട സ്കാറ്റർ ചെയ്ത് വരുന്ന എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസാണ് ഇനി ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് വരുന്നത്. കണ്ടോ, കലംകാരി വർക്ക് വിത്ത് ആരി വർക്കിൻ്റെ അല്ലെ പിട്ട വർക്ക് എന്ന് പറയും. ഇതുപോലെ ഗോൾഡൻ ത്രെഡ് കൊണ്ട് ഹൈലൈറ്റ് കൊടുക്കുന്ന വർക്കിന് വേണ്ട കലംകാരി ഡിസൈൻ ആൻഡ് അതിൻ്റെ ഔട്ട്ലൈൻ കൊടുത്തേക്കുന്ന ഗോൾഡൻ കളർ വേണ്ട. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കാം നമുക്ക്. പ്രൈസ് വരുന്നത് 11,339. SBS 878 ആണ് കേട്ടോ പ്രോഡക്റ്റ് കോഡ് വരുന്നത്. SBS 878. ബ്രാൻഡ് ആയിട്ടുള്ള സാരി വിത്ത് ഇതിൻ്റെ ആ സെയിം ബ്ലൗസ് പെയർ ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ഭംഗി നമുക്ക് കൂടുതലായിട്ട്. സിംഗിൾ ബ്ലൗസിനേക്കാളും സെയിം ബ്ലൗസ് പെയർ ചെയ്യുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസാണ് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ. ഇനി ഇങ്ങനെ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് വേറെ പ്ലെയിൻ സാരീസിൻ്റെ കൂടെ പെയർ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് കോഫി ബ്രൗണിൽ പീച്ച് ആൻഡ് ഒലീവ് ഗ്രീൻ ടോണിൽ വരുന്ന എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്. അപ്പർ പോർഷനിൽ സാരിയുടെ ദാവണി പോർഷനിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്. സിംഗിൾ ലെയറായിട്ട് കാണിക്കാം. ഇതാണ് സാരിയുടെ അപ്പർ പോർഷൻ, ഷോൾഡറിൽ ഇടുന്ന പോർഷൻ വരുന്നത്. ഇതിൽ ഫുള്ളായിട്ട് കുഞ്ഞു കുഞ്ഞ് ഫ്ലോറൽ പാറ്റേൺസ് ആണ് വന്നേക്കുന്നത്. പല്ലുവും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. പ്രോഡക്റ്റ് കോഡ് SBS 8739719 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് കേട്ടോ. എന്നിട്ട് ഇതിനി പ്ലീറ്റിൻ്റെ പോർഷൻ ആകുമ്പോൾ ഹാഫായിട്ടാണ്, ഓൾമോസ്റ്റ് ഹാഫായിട്ടാണ് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വരുന്നത്. എന്താ ഇങ്ങനെ ഹാഫായിട്ട് എംബ്രോയ്ഡറി വന്നിട്ട് പ്ലെയിൻ ബ്ലൗസാണ് പെയർ ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് സാരിയുടെ ഓപ്പൺ ലുക്ക് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ബോട്ടിൽ ഗ്രീൻ കളറിൽ വൈറ്റ് കളർ റണ്ണിങ് സ്റ്റിച്ച് കൊണ്ടുള്ള എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്. ഒരു പേസ്ലി പാറ്റേൺസിൻ്റെ കോമ്പിനേഷൻ, പേസ്ലി ആൻഡ് ഓവൽ ഷേപ്പിലുള്ള പാറ്റേൺസിൻ്റെ കോമ്പിനേഷൻ, നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള പല്ലു. ഈ ഒരു കോമ്പിനേഷൻ ബോട്ടിൽ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള കോമ്പിനേഷനാണ്. ബോഡിയിൽ സ്കാറ്റർ ചെയ്തിട്ട് ഇതുപോലെ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വന്നേക്കാണ് കേട്ടോ. ഫുൾ ബോഡിയിൽ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. നല്ല ഗ്രാൻഡ് സാരി കേട്ടോ. ഇത് ബോർഡർ പല്ലു ഡീറ്റെയിലിംഗ് വരുന്ന ഇങ്ങനെ ബോഡിയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ, എന്നിട്ട് പ്ലീറ്റിൻ്റെ പോർഷനിൽ ഹാഫായിട്ട് എംബ്രോയ്ഡറി വന്നേക്കാണ്. ഇനി ഇതിൻ്റെ ബ്ലൗസ് പെയർ ചെയ്തേക്കുന്നത് ബ്ലൗസിൻ്റെ സ്ലീവ്സിൻ്റെ എഡ്ജസിൽ ഇതേപോലെ ഒരു ഡിസൈൻ പാറ്റേൺ വന്നേക്കാണ് സ്ലീവ്സിൻ്റെ ഫിനിഷിങ് വന്നേക്കുന്നത്. ഇതും ഈ പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത് HS 1079 10,799 10,899 ആണ് പ്രൈസ് വരുന്നത്. 10899 ആണ് പ്രൈസ് വരുന്നത്. യുണീക്കായിട്ടുള്ള ഒരുപാട് ടസർ ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്ന ഒരുപാട് കളക്ഷൻസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള സാരീസാണ് കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിച്ച സാരീസ് എല്ലാം ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള സാരീസാണ്. ഇതെല്ലാം സിംഗിൾ പീസസ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാരീസാണ്. അപ്പം ഇതിൻ്റെ എല്ലാം ഡ്രേപ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ചെക്ക് ഇറ്റ് ഔട്ട് at www.aham.store.